الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصلاة فصل الترغيب في صلاة النافلة في البيوت. നഫ്ലുകളായ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന അതിൻ്റെ ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന ഹദീസുകളാണ്. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال اجعلوا من صلاتكم في بيوتكم ولا تتخذوها قبورا. اجعلوا من صلاتكم في بيوتكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ചിലത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. വലാ തത്തഖിദൂഹ ഖുബൂറ. ആ വീടുകളെ നിങ്ങൾ ഖബറിടമാക്കി മാറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ചിലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വലാത്തുൻ നാഫിലയാണ്. നഫിലുകളായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളാണ്. ഐച്ഛികമായ നിസ്കാരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് വീടുകളിൽ വെച്ച് നിസ്കരിക്കാനാണ്. മസ്ജിദിൽ വെച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. പക്ഷേ ഒന്നുകൂടിയും റിയായിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കൂടുതൽ വീട്ടിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകാനുമെല്ലാം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. എന്നാൽ തറാവീഹ് പോലെയുള്ള നിസ്കാരങ്ങൾ അതും സുന്നത്താണ്. പക്ഷെ അതെല്ലാം ജമാഅത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അല്ലാതെയുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളെല്ലാം ഉത്തമം വീടാണ്. എന്നിട്ട് അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തത്തഖിദൂഹ ഖുബൂറ. ആ മസ്ജിദുകളെ നിങ്ങൾ ഖബറിടമാക്കി മാറ്റരുത്. അതായത് ഖബറിൽ വെച്ച് ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. ഒരു ഖബറിന് നേരെ ആയിട്ടോ അല്ലെങ്കിൽ ഖബറിന് മുകളിലായിക്കൊണ്ടോ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ആ നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഖബറുകൾ എന്നുള്ളത്. അപ്പം അതുപോലെ നിങ്ങൾ വീടുകളെ ആക്കി മാറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖളാ അഹദുകും അസ്സലാത ഫീ മസ്ജിദ് ഫലിയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാതിഹി ഫഇന്ന അല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാതിഹി ഖൈറാ. നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അഥവാ ഫർളായിട്ടുള്ള 5 വഖ്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫലിയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാതിഹി. അല്ലാതെയുള്ള നിസ്കാരങ്ങളും മസ്ജിദിൽ നിസ്കരിച്ചാലും ഒരു ഭാഗം, ഒരു ഓഹരി വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ നിങ്ങളാക്കുക. ഏതെങ്കിലും നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. ഫഇന്ന അല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാതിഹി ഖൈറാ. ആ നിസ്കാരം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിൽ ഖൈർ ഉണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ധാരാളം ഖൈറുകളുണ്ട് അതിന് പിന്നിൽ. ഒന്ന്, വീട്ടിലുള്ള സ്ത്രീകൾ, കുട്ടികൾ, അവരൊക്കെ ഒരു വീട്ടിലെ കുടുംബനാഥനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള പുരുഷൻ വീട്ടിൽ നിന്ന് ഐച്ഛികമായ നിസ്കാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീകൾക്കും കൂടുതൽ നഫ്ലുകൾ നിസ്കരിക്കാനുള്ള താല്പര്യം, കുട്ടികൾക്കും നിസ്കാരത്തിനോട് താല്പര്യം, അതുപോലെ കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ഭവനമായിട്ട് ആ വീട് മാറും. നിസ്കാരം നിർവഹിക്കുന്നതുകൊണ്ടുള്ള ഖൈറുകളും ബറക്കാത്തുകളും അതിലൂടെ ലഭിക്കും. അങ്ങനെ ധാരാളം നന്മകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ടുണ്ട്. അഥവാ ഐച്ഛികമായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന മുഖേന ലഭിക്കുന്നതാണ്. وعن أبي موسى الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال مثل البيت الذي يذكر الله فيه والبيت الذي لا يذكر الله فيه مثل الحي والميت مثل البيت الذي يذكر الله فيه. അല്ലാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഓർക്കുന്ന ഭവനത്തിന്റെ ഉപമയും വൽബൈത്തി الذي لا يذكر الله فيه അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു ഭവനത്തിന്റെ, ഒരു വീടിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. ജീവനുള്ള ഒരാളുടെയും മയ്യിത്തായ ഒന്നിന്റെയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവനുള്ള ഒരാളും അത് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വീടിന് ഉപമയാണ്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്തൊരു വീടിന് ഉപമ ഒരു മയ്യിത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഇബാദത്തുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, സുന്നത്തായ നിസ്കാരങ്ങൾ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ, പിന്നെ ദീനിയായിട്ടുള്ള പഠനം, ഹദീസുകൾ പഠിക്കൽ, ഹദീസുകൾ വായിക്കൽ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ വീട്ടിൽ വെച്ചുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന
ഭവനങ്ങളായി വീടുകൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഖൈറുകളും ആ കുടുംബത്തിൽ സന്തോഷവും അതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ ആയിത്തീരുക. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനമാകണമെങ്കിൽ അതിനുള്ളൊരു കാരണമാണ് സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാം. അതുപോലെ തന്നെ രാത്രി നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, അതുപോലൊക്കെ നിസ്കരിക്കാവുന്നതാണ്. وعن عبد الله بن سعد رضي الله عنه قال سألت رسول الله صلى الله عليه وسلم أيما أفضل الصلاة في بيتي أو الصلاة في المسجد. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുമാ അഫ്ളൽ, ഏതാണ് അഫ്ളലായിട്ടുള്ളത്, ഞാൻ എൻ്റെ വീട്ടിൽ നിസ്കരിക്കലാണോ അതല്ല മസ്ജിദ് നിസ്കരിക്കലാണോ? സുന്നത്തായ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്, നഫ്ലിനെ കുറിച്ചിട്ടാണ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തറാ ഇലാ ബൈതി മാ അഖ്റബഹു മിനൽ മസ്ജിദ്, നീ കണ്ടിട്ടില്ലേ എൻ്റെ വീട് എത്രത്തോളം മസ്ജിദിൽ അടുത്തിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൽ നിന്ന് അത് തുറന്ന് കയറിയ മസ്ജിദിലേക്ക് എത്തും. അപ്പോൾ അത്ര അടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുള്ളത്. فلأن أصلي في بيتي أحب إلي من أن أصلي في المسجد. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിസ്കരിക്കലാണ് എനിക്ക് മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ളത് നഫ്ലുകളായ നിസ്കാരം. ഇല്ല അൻ തകൂന സലാത്തൻ മക്തൂബ, നിർബന്ധ നിസ്കാരം ഒഴികെ ബാക്കിയുള്ള നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് മസ്ജിദിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ അടുത്താണ്, പെട്ടെന്ന് എത്താൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് വീട്ടിൽ വെച്ചിട്ടാണ് നിർബന്ധമായ നിസ്കാരങ്ങളല്ലാത്ത നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന്. മറ്റൊരു ഹദീസ്, وعن زيد بن ثابت رضي الله عنه أن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. ഫൈന അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തുൽ മക്തൂബ, നിർബന്ധ നിസ്കാരം ഒഴികെ ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവനവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്. കാരണം കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകാനും ദിയായിൽ നിന്ന് ഒഴിവാകാനും എല്ലാ രീതിയിലും ഒരുപാട് ഖൈറുകൾ അതിലൂടെ ലഭിക്കുന്ന. ചില ആളുകൾ തീരെ വീട്ടിൽ വെച്ച് ഒരു നിസ്കാരവും നിസ്കരിക്കാത്ത ആളുകളുണ്ട്. വീട്ടിൽ വെച്ച് തീരെ നിസ്കരിക്കാത്ത ആളുകൾ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം. അത് ഒരുപാട് നമ്മുടെ കുട്ടികളിൽ അതിൻ്റെ മാറ്റമുണ്ടാകും, നമ്മുടെ ഭാര്യമാരിൽ അതിൻ്റെ മാറ്റമുണ്ടാകും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. وعن رجل من أصحاب رسول الله صلى الله عليه وسلم قال فضل صلاة الرجل في بيته على صلاته حيث يراه الناس كفضل الفريضة على التطوع. صلى الله عليه وسلم فضل صلاة الرجل في بيته, ഒരാൾ വീട്ടിൽ നിസ്കരിക്കുന്നതിൻ്റെ ഫضല് അലാ സ്വലാത്തിഹി ഹൈസു യറാഹു നാസ്, ജനങ്ങൾ കാണുന്ന അവസ്ഥയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അഥവാ മസ്ജിദിൽ വെച്ചെല്ലാം നിസ്കരിക്കുന്നതിനേക്കാൾ ഉള്ള ഫضൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫضലിൽ ഫരീദതി അലാ തതവ്വു, നഫ്ലുകളായിട്ടുള്ള സുന്നത്തായ നിസ്കാരത്തേക്കാൾ ഫർളായ നിസ്കാരത്തിന് എത്ര ഫضലുണ്ടോ അതുപോലെയാണ് ഒരാൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളുള്ള ഫضല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഖൈറുകളുള്ള ഒരു കാര്യമാണ് വീട്ടിൽ വെച്ച് നഫ്ലുകൾ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.